ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയുടെ ആക്രമണങ്ങളിൽ ഇറാനിൽ ഇതുവരെ നിരവധി സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് പ്രതികാരമായി ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ആഗോള വിപണിയെയും ജനജീവിതത്തെയും ആശങ്കയിലാക്കിയിരിക്കുകയുമാണല്ലോ. സമാധാന ധാരണ ഇനി പാലിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞുവെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ സമാധാനത്തോടെ തുടരാൻ കഴിയില്ല എന്ന് ഇറാൻ പരമോന്നത നേതാവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ അന്ത്യശാസനം ഗൗരവത്തിലെടുക്കണമെന്ന് മേഖലയിലെ രാജ്യങ്ങളോട് ഇറാൻ സേനയും ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അതിർത്തികൾ കടന്നുള്ള കടന്നാക്രമണമെന്ന മുന്നറിയിപ്പ് ഗൗരവത്തിലെടുക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ ആവർത്തിച്ചതോടെ ഈ മേഖല കൂടുതൽ അശാന്തമായിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഇതിന് ഉദാഹരണമാണ് ഈ കുവൈറ്റിലെ വൈദ്യുതി കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചത്. ബഹ്റൈനിലും ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇസ്രായേലിലേക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന കൂടുതൽ വിമാനങ്ങൾ അയക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി ആക്സിയോസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇരുവിഭാഗവും കടുത്ത നിലപാടുകളുമായി മുന്നോട്ടു പോകുന്നതോടെ പശ്ചിമേഷ്യൻ യുദ്ധഭൂമി വരും ദിവസങ്ങളിൽ കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. രണ്ട് കൂട്ടരും വലിയ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. ഓൾറെഡി തയ്യാറെടുപ്പുകൾ നടത്തി കൂടുതൽ തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഒന്ന് ഫ്ലാഷ് ബാക്കിൽ പോയാൽ നമുക്കറിയാമല്ലോ, അമേരിക്കയുടെ ഏബ്രഹാം ലിങ്കൺ പടക്കപ്പൽ, മറ്റൊരു വലിയ പടക്കപ്പൽ, വിമാനവാഹിനി കപ്പൽ എല്ലാം അവിടെ കൊണ്ടിട്ട് ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷം ഒരു അനുകൂലമെന്ന് അമേരിക്ക കരുതിയ ഒരു നിമിഷം കണ്ടെത്തി ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ വലിയ ബിൽഡപ്പാണ്, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ ബിൽഡപ്പിന് ശേഷമാണ് ആക്രമണം നടന്നത്. മറുവശത്ത് ഈ ആക്രമണം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും എന്ന പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇറാൻ തയ്യാറെടുപ്പുകൾ നടത്തിയത്. ഒരുപക്ഷെ തങ്ങളുടെ നേതാക്കന്മാർ ഒറ്റയടിക്ക് വധിക്കപ്പെടും, എന്നിരുന്നാലും തങ്ങളുടെ രാജ്യം കീഴടങ്ങാൻ പാടില്ല, അവർക്ക് നിലനിൽക്കാൻ കഴിയണം. അതുകൊണ്ട് പുതിയൊരു രീതിശാസ്ത്രം, ഒരു കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ വികേന്ദ്രീകൃതമാക്കി മാറ്റണമെന്ന ഇറാൻ്റെ തീരുമാനമാണ് ഇതുവരെ പിടിച്ചു നിൽക്കാൻ ഇറാനെ സഹായിച്ചത് എന്നുകൂടി ഓർക്കണം. ഇപ്പോഴിതാ ആക്രമണത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും രീതി മാറിയിരിക്കുന്നു. ഇപ്പോൾ പരമ്പരാഗതമായ മാർഗങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ സാധാരണ പ്രസ്താവനകളോ അല്ലെങ്കിൽ കടുത്ത പ്രസ്താവനകളോ ചില വിരട്ടലുകളോ അല്ലെങ്കിൽ ചില ബ്ലാക്ക് മെയിലിംഗ് കാര്യങ്ങളോ ഒന്നും തന്നെ ഫലിക്കുന്നില്ല. ഇതെല്ലാം തന്നെ തൃണവൽ ഗണിച്ചുകൊണ്ട് രണ്ടു ഭാഗവും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ കോഫിൻ വെച്ചുകൊണ്ട് അമേരിക്കയെ പേടിപ്പിക്കാനാവുമോ? അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് വലിയ ഒരു കോഫിൻ അല്ലെങ്കിൽ ശവപ്പെട്ടി തയ്യാറാക്കുകയാണ്. അതിൻ്റെ ചിത്രം ടെഹ്റാനിലെ പ്രധാനപ്പെട്ട സ്ക്വയറിൽ, ഇൻക്വിലാബ് സ്ക്വയറിൽ വയ്ക്കുകയാണ്, ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഇതൊരു സൈക്കോളജിക്കൽ ടാക്ടിക്സാണ്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാം വധിക്കപ്പെടും, അവരുടെ എല്ലാം ചിത്രങ്ങൾ ഉൾപ്പെടെ അവരെല്ലാം വധിക്കപ്പെടും എന്ന സൂചന ഇറാൻ്റെ നഗരങ്ങളിൽ, പ്രത്യേകിച്ച് ടെഹ്റാൻ ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളിൽ ബിൽബോർഡുകളായി പ്രത്യക്ഷപ്പെടുന്നു. അതൊരു സൈക്കോളജിക്കൽ തന്ത്രം എന്ന നിലയിലാണ് കാണുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇറാനെ പൂർണ്ണമായി നശിപ്പിച്ചു കളയും, സംസ്കാരം തന്നെ ഉന്മൂലനം ചെയ്തു കളയും എന്ന രീതിയിൽ വലിയ പ്രസ്താവനകളാണ് നടത്തുന്നത്. മാറിയും മറിഞ്ഞും ഒളിഞ്ഞും ഇറാനെതിരെ വലിയ പ്രസ്താവനകൾ. ഒരു നിമിഷം ചില കാര്യങ്ങളിൽ പൊക്കിപ്പറയും, സമാധാനം ഉണ്ടാകുന്നു എന്ന പ്രതീതി നൽകും, അടുത്ത നിമിഷം തന്നെ അത് മാറ്റിപ്പറയും. ഇതൊരു തന്ത്രമാകാം ഒരു പക്ഷേ. ഇതെല്ലാം തന്നെ പയറ്റുന്നു. രണ്ടു പക്ഷവും പ്രസ്താവനാ സാഹിത്യത്തിൽ ഒട്ടും പിന്നിലല്ല, ഈ വിഷ്വൽ ഇമേജറീസ് കൊടുക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല. അതുമാത്രമല്ല, യുദ്ധ ഒരുക്കങ്ങളും രണ്ടു ഭാഗത്തും നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രയേലിലേക്ക് അമേരിക്കയുടെ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ വന്നത്. അതിൽ ഒരു വിമാനം നേരത്തെ കഴിഞ്ഞ ഒരു മാസം മുൻപ് അങ്ങനെ ഒരു വിമാനം, റീഫ്യൂവലിംഗ് വിമാനം ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നത് ഒക്കെ വാർത്തയായിരുന്നതാണ്. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെയുള്ള വിമാനങ്ങൾ യുദ്ധത്തിൽ നേരിട്ടല്ല പങ്കെടുക്കുന്നത്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന വിമാനങ്ങൾക്ക് ഇന്ധനം ആകാശ മധ്യേ നിറച്ചു കൊടുക്കുന്ന ചുമതലയാണ്. അങ്ങനെയെങ്കിൽ 30 എണ്ണം വന്നു എന്ന് പറഞ്ഞാൽ വലിയ എണ്ണം വിമാനങ്ങൾ ഇന്ധനവുമായി ആകാശത്തുകൂടി പറക്കുന്നു. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു ഏറിയൽ ആക്രമണത്തിനുള്ള എല്ലാ സന്നാഹവും ഒരുക്കിയിരിക്കുന്നു. അതാണ്. മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയുടെ ഒരു രീതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ
അത് എയർക്രാഫ്റ്റ് കാരിയേഴ്സാണ്. അത് ഏറെ മാറിക്കിടക്കുകയാണ്, കടലിൽ ഏറെ മാറിക്കിടക്കുകയാണ്. അതായത് പേർഷ്യൻ ഉൾക്കടലിനുള്ളിലല്ല, മറിച്ച് പുറം കടലാണ്, അറബിക്കടലിലെ പല ഭാഗങ്ങളിലായിട്ടാണ്, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ മെഡിറ്ററേനിയൻ കടലിലാണ്. അങ്ങനെയുള്ള ദൂരസ്ഥങ്ങളായ സ്ഥലങ്ങളിൽ നിന്നും വിമാനങ്ങൾ കുതിച്ചുയരുന്നു. ആ വിമാനങ്ങൾ ആകാശത്ത് വലിയ ഡോമിനൻസ് ഉണ്ട്. ആ വിമാനങ്ങളെ കാര്യമായി വെടിവെച്ചിടാൻ ഇറാന് കഴിയുന്നില്ല. ഇറാൻ ഇതുവരെ 10-20-ൽ പരം അമേരിക്കൻ വിമാനങ്ങൾ വിവിധങ്ങളായി ആക്രമണങ്ങൾ തകർന്നതുകൊണ്ട്, അപകടങ്ങളിൽപ്പെട്ടതുകൊണ്ട്, ഏതാനും അമേരിക്കൻ വിമാനങ്ങൾ നിലം പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ എയർ ഡിഫൻസൊക്കെ ആ രീതിയിൽ കുറേയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായി അത് സജ്ജമാണെന്ന് പറയാനാവില്ല. കാരണം എയർ ഡിഫൻസ് സംവിധാനങ്ങളാണ്, റൈഡാറുകളും അങ്ങനെയുള്ള എയർ ഡിഫൻസ് ഒബ്സർവേഷൻ സെൻറ്റേഴ്സുമാണ് ആദ്യം തന്നെ യുദ്ധത്തിൽ തകർക്കപ്പെടുക. അതുകൊണ്ട് ഇറാൻ ആ രീതിയിൽ അമേരിക്കൻ എയർ റെയ്ഡ്സിനെ ചെറുക്കാനുള്ള, അല്ലെങ്കിൽ അവരെ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിടാനുള്ള വലിയ കേപ്പബിലിറ്റീസ് ഇല്ല എന്ന് പറയാൻ കഴിയും. അത് നിഷ്പക്ഷമായി പറയുന്നതാണ്. ഇറാൻ അനുകൂലമായോ അമേരിക്കൻ വിരുദ്ധമായോ ഒന്നും തന്നെ പറയുന്നതല്ല, അതാണ് വാസ്തവം. പക്ഷേ ഇറാൻ അതിൻ്റേതായ സ്ട്രെങ്ത് ഉണ്ട്. ഈ വിമാനങ്ങൾക്ക് വിതയ്ക്കാനാവുന്നത് ഭാഗികമായ നാശനഷ്ടങ്ങൾ മാത്രമാണ്. സർഫസിൽ കാണുന്ന പല ഇൻസ്റ്റലേഷൻസിനെ തകർക്കാം. ഇറാൻ്റെ കേപ്പബിലിറ്റീസ് പലതും മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചുറപ്പിച്ച രീതിയിൽ ഭൂഗർഭ ബങ്കറുകളിലാണ്, ആഴത്തിലുള്ള നിലയങ്ങളാണ് പലപ്പോഴും അവർ പ്രവർത്തിക്കുന്നത്. ഉപരിതലത്തിൽ ഒന്നും തന്നെ ഒരുപക്ഷെ കാണാനുണ്ടാവില്ല. നമ്മൾ ഗാസയിൽ കണ്ടതാണ്, തുരങ്കങ്ങളുടെ വലിയൊരു നെറ്റ്വർക്ക് ഗാസയിൽ കണ്ടെത്തിയതാണ്. അതുപോലെ നോക്കൂ, ഗാസയുടെ 1000 ഇരട്ടിയിലധികം വിസ്തൃതിയുള്ള ഇറാൻ എന്ന മഹാരാജ്യത്തിൻ്റെ എത്രയോ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള തുരങ്കങ്ങൾ, മനുഷ്യനിർമ്മിതമോ പ്രകൃതിദത്തമോ ആയ തുരങ്കങ്ങൾ. മാത്രമല്ല വലിയ മലനിരകളെക്കുറിച്ച് ഇറാൻ്റെ തെക്ക് ഭാഗത്തുള്ള സാഗ്രൻ മൗണ്ടൻസിൻ്റെ വടക്കൻ റേഞ്ചിലുള്ള ഒരു വലിയ ആണവ നിലയം ഉള്ള നഥാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡ് ചെയ്തതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പിക്കാക്സ് മൗണ്ടൻസ് ഉൾപ്പെടെയുള്ള വലിയ മൗണ്ടൻസിൻ്റെ അടിയിൽ താവളങ്ങൾ ഒരുക്കുമ്പോൾ എങ്ങനെയാണ് വ്യോമമാർഗം ഇതെല്ലാം തന്നെ തച്ചുടയ്ക്കാൻ കഴിയുക? അതൊരു വലിയ ചോദ്യമാണ്. അതുമാത്രമല്ല, ഒരു പരിധിയിൽ കൂടുതൽ ആക്രമണങ്ങൾ ഇറാൻ്റെ ആണവ നിലയങ്ങളിൽ, ഇപ്പോൾ പുതിയ ഒരു ആണവ നിലയം വന്നത്, അത് പണിതുകൊണ്ടിരിക്കുന്നവരാണ്. തെക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് ഈ ഇറാഖിനോട് സമീപത്ത്, അല്ലെങ്കിൽ കുവൈറ്റിന് സമീപമായി ഇറാൻ പണിതുകൊണ്ടിരുന്ന ഒരു ആണവ നിലയത്തിൽ വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അവിടെ വികിരണമൊന്നും ഉണ്ടായില്ല എന്നാണ് അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസി പറയുന്നത്. കാരണം അങ്ങനെ ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണ തോതിലില്ല. പക്ഷേ ആണവ വ്യാപനം, അല്ലെങ്കിൽ ആണവ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഇറാൻ എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അവിടെയും ആക്രമണം നടത്തും. അപ്പം ആണവ നിലയങ്ങൾ നിരന്തരമായി ആക്രമിക്കുന്നു, സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ മറ്റ് വൈദ്യുതി നിലയങ്ങൾ ആക്രമിക്കുന്നു, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, കടൽ ജലം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ ആക്രമിക്കുന്നു എന്ന് വേണ്ട ജനവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ കൊളാറ്ററൽ ഡാമേജ് അവിടെ സംഭവിക്കുന്നു. ഇത് സത്യമായ സ്ഥിതിക്ക് ഇറാൻ്റെ പ്രതികരണം എങ്ങനെയാവണം? അവിടെയാണ് ഇറാൻ പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ താവളങ്ങളെ മാത്രമാണ്. അതിന് പുറത്ത് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുവെങ്കിൽ തങ്ങളുടെ ഡ്രോണുകൾ, റോക്കറ്റുകൾ തകരുമ്പോൾ അതിൻ്റെ അവശിഷ്ടം പതിച്ചുകൊണ്ടാണ്. പക്ഷേ നാളുകളിൽ തങ്ങൾ കുറച്ചുകൂടി സോഫ്റ്റ് ടാർഗറ്റ്സിലേക്ക് നീങ്ങുകയാണെങ്കിൽ നാശനഷ്ടങ്ങൾ ഭീകരമായിരിക്കും. ഇത് ഗൾഫ് രാജ്യങ്ങൾക്ക്, GCC മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് ഒരു വലിയ താക്കീതാണ്. അവരുടെ ജനങ്ങളെ എങ്ങനെ സുരക്ഷിതരായി നിർത്താം? ഇന്ത്യൻ പ്രവാസികൾ ഉൾപ്പെടെ 1 കോടിയോളം പേരുണ്ടല്ലോ വിവിധ രാജ്യങ്ങളിൽ. ഈ പ്രവാസികളുടെ ഉൾപ്പെടെ വാസസ്ഥലങ്ങൾ അവിടെയൊക്കെ തകർക്കപ്പെടുകയാണെങ്കിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക. കാരണം പൂർണ്ണമായി യുദ്ധം പരാജയപ്പെടുന്ന, അല്ലെങ്കിൽ സഹിക്കാനാവാത്ത രീതിയിൽ പ്രഹരം സിവിലിയൻ കേന്ദ്രങ്ങൾ ഇറാൻ ഉള്ളിൽ ഉണ്ടായാൽ ഇറാൻ ഒരുപക്ഷെ തന്ത്രം മാറ്റിപ്പിടിച്ചേക്കാം, കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് നീങ്ങാം. ഉദാഹരണത്തിന് ഗൾഫ് മേഖലയിലെ എണ്ണപ്പാടങ്ങൾ, അല്ലെങ്കിൽ കടൽ ജലം ശുദ്ധീകരിക്കുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകൾ, അതുമല്ല എങ്കിൽ മറ്റ് ഊർജ നിലയങ്ങൾ, അല്ലെങ്കിൽ സിറ്റീസ്, നെറ്റ്വർക്ക്, ഇതെല്ലാം തകർക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെങ്കിൽ കുറേയൊക്കെ തകരുമല്ലോ. അപ്പോൾ അത് എത്രത്തോളം വ്യോമ ഡിഫൻസ് കേപ്പബിലിറ്റി ഉണ്ടെങ്കിലും കുറേയൊക്കെ നാശനഷ്ടങ്ങൾ അവിടെ വരും. അത് വലിയ രീതിയിലാണ്. ജനവാസ കേന്ദ്രങ്ങൾ ഇപ്പോഴും ഭാഗ്യവശാൽ, എന്തെല്ലാം പറയുമ്പോഴും വലിയ എണ്ണം കാഷ്വാലിറ്റീസ് ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അത് വലുതാണ് എന്ന് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് തോന്നാൻ വലുതാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ ആക്രമണത്തിൻ്റെ തീവ്രത പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ട് പക്ഷത്തുമുണ്ടായ ആൾനാശം, ഇപ്പോൾ ചെറിയൊരു ലാൻഡായ ഏതാണ്ട് 368 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഒരു ലാൻഡായ ഗാസയിൽ
ചെറിയ ലാൻഡാണ്. ഇറാൻ്റെയൊക്കെ എത്രയോ ചെറുതാണ്. ഇറാനുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഭൂപടത്തിൽ നോക്കിയാൽ അറിയാം എത്രത്തോളം ചെറുതാണ്. അവിടെ ഏതാണ്ട് 73,000 പേരാണ്, 22 ലക്ഷം ജനസംഖ്യയിൽ 73,000 പേരാണ് കൊല്ലപ്പെട്ടത്. അതും ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ. അപ്പോൾ അതുമായൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇറാനെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ കാഷ്വാലിറ്റി ലെവൽ കുറവാണ്. ഇറാൻ പ്രത്യാക്രമണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് അമേരിക്കൻ ഹാർഡ്വെയറിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ താവളങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ശോഷണം മാത്രമാണ്. അല്ലാതെ ജീവിതം വലിയ രീതിയിൽ വഴിമുട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷെ നാളുകളിൽ അങ്ങനെയാകുമെന്ന് പറയാനാവില്ല. അത് ഒഴിവാക്കുക. നമ്മൾ ഇത്രയും കൂലംകഷമായി, ഇത്രയും ആഴത്തിൽ, ഇത്രയും നിരന്തരമായി എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്? ഒരു പരിധിയിൽ കൂടുതൽ ഇത് വിട്ടു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും മനുഷ്യ മനസ്സുകളെ ഒരു സാഹചര്യം ഒന്ന് ബോധ്യപ്പെടുത്തുകയും, കോഷൻ ആണല്ലോ, അത് കോഷ്യസ് ഓപ്റ്റിമിസം നമുക്കാവാം, പക്ഷേ കോഷൻ ഫസ്റ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്ത് സുരക്ഷാ ഭീഷണി ഉണ്ട്. ഇറാനിൽ നിന്നും പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാവാം. ഇതുവരെയുള്ള കേന്ദ്രങ്ങളായിരിക്കില്ല ഇനി ഒരുപക്ഷെ ഇറാൻ തിരഞ്ഞെടുക്കുന്നത്. ആ സൂചന IRGCയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം വന്നത് വളരെ നിരാശയോടു കൂടിയാണ് എല്ലാവരും കേട്ടത്. കാരണം ഒരു യുദ്ധമെന്ന് പറയുമ്പോൾ മിലിറ്ററി ടാർഗറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് യുദ്ധത്തിൻ്റെ ഒരു രീതിയാണ്. പക്ഷേ സിവിലിയൻ കേന്ദ്രങ്ങൾ, അവർക്ക് ഡിഫൻസ് ഇല്ല. സിവിലിയൻസ് ആയുധമണിഞ്ഞല്ല നിൽക്കുന്നത്. സിവിലിയൻ കേന്ദ്രങ്ങളെ മുഴുവൻ ഡിഫെൻഡ് ചെയ്യാൻ തക്ക ഒരു എയർ കവറേജ്, അയൺ ഡോം പോലെയുള്ള സംവിധാനം സൗദി അറേബ്യയുടെ ഭൂമിയുടെ മുഴുവൻ ഭാഗത്തും എത്തുന്ന ഒരു അയൺ ഡോം, അത് അസംഭവ്യമാണ്. ഇസ്രായേൽ ചെറിയൊരു രാജ്യമാണ്. അവിടെ ഒരു ഏറിയൽ ഡിഫൻസ് സംവിധാനം അവർ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കുറേയൊക്കെ ഭംഗിയായി നടക്കുന്നു. പക്ഷേ എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും സമാനമായ ഒരു എയർ ഡിഫൻസ് സംവിധാനം ഉണ്ടാവില്ല. തദ്ദേശീയമായി കുറേയൊക്കെ പറ്റും. അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നിരന്തരമായ പേട്രിയോട്ടുകൾ, ധാഡ് മിസൈലുകളുടെ ഒരു വലിയ ഒരു യൂസ് അവിടെ കാണാം. പക്ഷേ അത് മതിയാവില്ല. ഇറാൻ്റെ കയ്യിൽ വീണ്ടും ശേഖരം കാണും. കാരണം അത് ഇറാൻ അവസാനം വരെ ഉപയോഗിക്കുകയും ചെയ്യും. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഗൾഫ് രാജ്യങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അവരുടെ ആസ്തി എന്ന് പറയുന്നത്, ഗൾഫ് രാജ്യങ്ങളുടെ ആസ്തി എന്ന് പറയുന്നത് എണ്ണയാണ്. ആ എണ്ണയ്ക്ക് മേൽ തുടരുന്ന ഉപരോധം, അതായത് ഉപരോധമില്ല എന്ന് അമേരിക്ക പറയുമ്പോഴും എണ്ണ കൊണ്ടുപോയിക്കോളൂ എന്ന് അമേരിക്ക പറയുമ്പോഴും കൊണ്ടുപോകാവുന്ന ഒരു സാഹചര്യത്തിലല്ല. കപ്പൽ കമ്പനികൾക്ക് ഒരിക്കലും ഇൻഷുറൻസ് നൽകില്ല. ഈ ഇൻഷുറൻസ് ഇല്ലാതെ കപ്പലുകൾക്ക് ഗതാഗതം നടത്താനാവില്ല. അപ്പം ഗതാഗതത്തിന് ആഗ്രഹമുണ്ടെങ്കിലും ഗതാഗതം സുഗമമായ എണ്ണ നീക്കം, ചരക്ക് നീക്കം സാധ്യമാകുന്ന ഒരു അന്തരീക്ഷത്തിലല്ല യുദ്ധം പൂർണ്ണമായി അവസാനിക്കാതെ, ചില ഉറപ്പുകൾ രണ്ടു ഭാഗത്തും പാലിക്കപ്പെടുന്ന ഉറപ്പുകൾ ലഭിക്കാതെ യുദ്ധവിരാമം ഈ ഒരു അജണ്ടയിലില്ല ഇപ്പോൾ. അതുകൊണ്ട് ഈ വിഷയം ഇപ്പോൾ നമുക്ക് ഇപ്പം ഈ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം പോലും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല. പക്ഷെ നാളുകളിൽ അങ്ങനെയാകണം എന്നില്ല. ഇപ്പോൾ ഈ ഒരു അറബി ഇസ്ലാമിക രാജ്യവും അല്ലെങ്കിൽ GCCയിലെ ഒരു രാജ്യവും ഇറാനെതിരെ ഇപ്പോൾ നേരിട്ട് ആക്രമണം നടത്തുന്നില്ല. അമേരിക്കയ്ക്ക് താവളം ഒരുക്കുന്നു എന്നതല്ലാതെ അതേക്കുറിച്ചുള്ള പുനർവിചിന്തനം ഉണ്ടായേക്കാം. ഇനി അങ്ങനെയല്ല, ഒരുപക്ഷെ അമേരിക്കയോടൊപ്പം ചേർന്നതുകൊണ്ട് സൗദിയുടെയും UAEയുടെയും വിമാനങ്ങൾ ഉൾപ്പെടെ ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുമോ? അറിയില്ല, സാധ്യത കുറവാണ്. പക്ഷെ അവിടെയാണ് ഒരു ഡീഎസ്കലേഷൻ മോഡിലേക്ക് ലോകത്തിന് നീങ്ങണം എങ്കിൽ ക്രിയാത്മകമായ പരിഹാരം വേണം. ആക്രമണം ഒരിക്കലും ക്രിയാത്മകമായ പരിഹാരമല്ല. ആക്രമണത്തിലൂടെ മുട്ടുകുത്തിക്കാനായിരുന്നു എങ്കിൽ ഇതിനോടകം തന്നെ ഇറാനെ ആക്രമണത്തിലൂടെ അമേരിക്കയ്ക്ക് മുട്ടുകുത്തിക്കാൻ ആകുമായിരുന്നു. ഇറാൻ്റെ ആണവ വിഷയമായിരുന്നു വിഷയമെങ്കിൽ ആണവ നിലയങ്ങളെല്ലാം തന്നെ തകർത്ത് കഴിഞ്ഞു എന്നാണല്ലോ ആദ്യം തന്നെ ട്രംപ് പറഞ്ഞത്. ഓബ്ലിറ്ററേറ്റഡ് എന്ന വാക്കാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 2025 വർഷം പറഞ്ഞത് കംപ്ലീറ്റ്ലി ഓബ്ലിറ്ററേറ്റഡ്. എവിടെ? അതായിരുന്നുവെങ്കിൽ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ആണവ വിഷയത്തിൽ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ഹോർമുസ് ഉപരോധത്തിലും സർവനാശത്തിലും കലാശിക്കുമ്പോൾ അത് മുന്നോട്ട് പോകാതിരിക്കാനുള്ള തന്ത്രപരമായ ഒരു മെയ്വഴക്കം ഇരുകൂട്ടരും ഉണ്ടാകണം. ബലപ്രയോഗം ഒന്നിനും ശാശ്വത പരിഹാരമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയുന്ന നിമിഷങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്.